ഹായ്, നമ്മളിന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെ മാർക്കറ്റിംഗ് രീതിയെക്കുറിച്ചാണ്. അലക്സേ, നമ്മൾ ഇപ്പം ക്രിസ്തുമസ്, ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അതെ. പത്രത്തിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് പല കമ്പനികളുടേതായിട്ട് കാണലുണ്ട്. ഉണ്ട്. പക്ഷേങ്കിൽ അത് ആ ഓഫേഴ്സ് നോക്കിയിട്ട് നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പം സ്റ്റോക്ക് തീർന്നു പോയി, നിങ്ങൾ പറയുന്ന സാധനങ്ങളുടെ ഓഫർ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അത് ഇത്ര ദിവസത്തേക്കുള്ളായിരുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ടോക്ക് കേൾക്കുന്നുണ്ട്. അതെ, അതില് മെയിനായിട്ട് അവര് ഓഫർ കൊടുക്കുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ഒരു സ്റ്റാർ ഇട്ട് കണ്ടോ നോക്കിയാൽ മാത്രം മതി. ശ്രദ്ധിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാർ ഉണ്ടോ നോക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത്. ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്നുള്ള ഒരൊറ്റ വേർഡ് ഏറ്റവും അടിയിലുണ്ടാവും. അതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞു നിൽക്കാതെ എന്താന്ന് വെച്ചാൽ നമ്മള് ടേമാണല്ലേ അത്. അതൊരു മലയാളികളെ ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാല്, എടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വസ്ത്ര ഒരു സ്ഥാപനം, വലിയൊരു വെഡിങ് സെന്റർ ആയിരുന്നു. അവരത് ക്ലോസ് ചെയ്യുന്നത് അവർക്ക് അവിടെ ഒന്നും മീൻസ് കച്ചവടം ഇല്ലാണ്ടാണല്ലോ ഒരാള് പൂട്ടി പോലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് അവര് ക്ലോസ് ചെയ്തു. അതിനുശേഷം കാണുന്ന ഒരു തിരക്ക് എന്ന് പറഞ്ഞാല്, അതായത് അവിടെ വെച്ച ഓഫർ എന്ന് പറഞ്ഞാൽ കട കാലിയാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും പകുതി വിലയാണ് ഇത്. അവര് പകുതി വില എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ അവര് ആ ബ്രാൻഡ് ഇട്ട MRP പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ആ ബ്രാൻഡ് വാല്യൂ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു പ്രൊഡക്റ്റിന് വില ഇല്ല. ഒരു 1000 രൂപ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് 850 രൂപ അല്ലെ 200 രൂപ എന്നുള്ള ഒരു പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുക ഷോപ്പുകാരൻ വിൽക്കുന്നത്. അതിനെ എന്ത് ചെയ്യുക, ഷോപ്പ് പ്രൈസ് ഒഴിവാക്കിയിട്ട് 1000 ആക്കും. അപ്പൊ മലയാളികൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് എന്ത് ചെയ്യും, അത് സീസണാണ്. ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീസൺ സമയത്താണ് ഈ ഒരു ഓഫറുകളും കാര്യങ്ങളും വരുന്നത്. ഞാൻ മെയിനായിട്ട് ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടേതാണ്. നമ്മളൊക്കെ ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഫസ്റ്റ് പേജിലുണ്ടാവും. തീർച്ചയായിട്ടും ഇന്ന് ഈ ആഴ്ചകളിൽ ഇപ്പൊ ഫസ്റ്റ് പേജ് വരുന്നത് ക്രിസ്മസ്, ന്യൂ ഇയർ ഓഫർ പരസ്യമായിരിക്കും. അതെ, ആ പരസ്യത്തിലുള്ള ഓഫേഴ്സ് നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ വിളിച്ചു നോക്കുമ്പോൾ തന്നെ അവർ എന്താ പറയുന്നത് അറിയാം. ഞാനിപ്പോ നമുക്ക് എടുത്തൊരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മള് മലയാളികളായത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയ സമയത്ത് അവർ പറഞ്ഞത്, അവര് മെയിനായിട്ട് കൊടുക്കുക അവരുടെ മെയിൻ കസ്റ്റമർ കെയർ നമ്പറാ. വിളിച്ചു നോക്കുമ്പോൾ പറയും, നമ്മൾ സാർ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അത് നമ്മളെ ബ്രാഞ്ചിൽ ചെന്ന് വിസിറ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അതായത് അവർ നമ്മൾ അവിടെ എത്തിക്കുകയാണ്. അതായത് ബാക്കിയുള്ളതൊക്കെ എക്സിക്യൂട്ടീവിന്റെ കയ്യിലാണ്. അതെ, എക്സിക്യൂട്ടീവിന്റെ സംസാരം പോലെ നിൽക്കും. നമ്മൾ അവിടെ ആ ഒരു കസ്റ്റമർ ക്ലോസ് ആവുമോ, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമോ എന്നുള്ളത്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതേ, വലിയ നമ്മളൊരു എന്താ പറയാ വലിയൊരു എന്താ പറയാ ഇപ്പം ഷോപ്പുകളിൽ ചെല്ലുന്നതിനേക്കാളും നമ്മളെ നാട്ടിലെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയും നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം എന്ന് പറയുമ്പോൾ അവര് ഏതാണോ മൂവിങ് ആയിട്ടുള്ള സാധനം അതായിരിക്കും നമുക്ക് ചൂസ് ചെയ്യാം. മറ്റ് വലിയ ബ്രാൻഡ് ഷോപ്പുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓരോ ബ്രാൻഡിന്റെ സെയിൽസിന്റെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. പിന്നെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ, ഈ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ ഡീലർഷിപ്പുകൾക്ക് അവർക്ക് ബൾക്കായിട്ട് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അത് കുറച്ചൊക്കെ അവര് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പോലും അതായത് ഓഫേഴ്സ് നമ്മൾ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഓഫറിനെ കുറിച്ച് സംസാരിക്കുന്നത്, അത് അവിടെ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ അവർ പറയുന്നത് അത് കുറച്ച് സ്റ്റോക്കേ ഉള്ളായിരുന്നു, അതിന് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനത്തിനില്ല. അവര് ഒരു ഫോട്ടോ മാത്രമേ കൊടുക്കുള്ളൂ. മലയാളി ഒരു കച്ചവട രീതി കൂടിയാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗിന്റെ അവിടെ എത്തിക്കുക. അതിനെത്തിക്കുന്ന ശേഷം നമ്മളിപ്പോ ആരായാലും അത് സംസാരിച്ച് ബാക്കിയുള്ളതൊക്കെ എക്സിക്യൂട്ടീവിന്റെ കയ്യിലാണ്. എക്സിക്യൂട്ടീവ് എങ്ങനെ അത് ആ ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ ഓഫറിന് സാധനം എടുക്കാൻ പോയ ഒരാള് പോലെ ചിലപ്പോൾ അവിടുത്തെ ഒരു ഹൈ പ്രൈസിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാധനമായിരിക്കും കൺവിൻസിങ്. അത് അവരൊരു കഴിവ് തന്നെയാണ്. അതെ, അതില് മെയിനായിട്ട് ഇപ്പൊ പറഞ്ഞ വെച്ചാല് ഈ നമ്മള് സ്ഥാപനത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ ഓഫർ കാണാൻ പ്രൊഡക്റ്റ് ആയിരിക്കും അവരവസാനം നമ്മളെ മീൻസ് എല്ലാ സാധനവും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് പറയും, സാർ ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഓഫറിന്റെ സാധനം നമ്മളിലേക്ക്. ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല്, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും ഒരു കസ്റ്റമറെ നന്നാക്കുക എന്നുള്ള കസ്റ്റമർ ആളെന്തായിട്ട് ഒരു മാർജിൻ എടുത്തിട്ടായിരിക്കും ആ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇപ്പം വെറുതെ ഒരു സർവീസ് എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനം ചെയ്യുന്നില്ലല്ലോ. കേരളത്തിൽ ആരും ചെയ്യില്ല. എന്ന് വെച്ചാല് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാണ്ടാവും. അതായത് വാടക ഉണ്ടാവും, റെന്റ് ഉണ്ടാവും, അതേപോലെ ഇലക്ട്രിക് ബില്ല് ഉണ്ടാവും.
അതേപോലെ അവിടുത്തെ സ്ഥാപനങ്ങളുടെ ഓരോ കാര്യങ്ങളും, ആളുകൾ അവിടുത്തെ എംപ്ലോയീസിന്റെ എംപ്ലോയീസിന്റെ സാലറി salary, ഉണ്ടാവും. അതെ അതെ ഇതൊക്കെ ഓരോരോ പ്രൊഡക്റ്റിൽ നിന്നും എടുത്തിട്ടായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും. അവർ ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ പറ്റാറ്. നമ്മൾ ഓടി ചെന്ന് ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കാണാം, ആളുകൾ ഇങ്ങനെ ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും പോലെയാണ്. അതുകൊണ്ട് ഷട്ടർ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ഇടിച്ചു കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്ത് പോവുക എന്നുള്ളത്. പക്ഷെ എവിടെ ഒരു സാധനത്തിന് റേറ്റ് കുറയുമ്പോൾ വേറെ സാധനത്തിന് റേറ്റ് തീർച്ചയായിട്ടും കൂട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മളൊരു കോമൺ ആയിട്ടൊരു മനുഷ്യൻ ചെന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു ഉന്തുവണ്ടി എടുത്ത് നമ്മളെ ഈഗോ അടിക്കും. കാരണം നമ്മൾ തരുവര് ആ സാധനം എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം വാങ്ങി എന്തായാലും വരില്ല. ഈ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യങ്ങള് ഫഹദ് ഫാസിലിന്റെ സിനിമയിൽ ക്ലിയർ ആയിട്ട് അതായത് ഒരു മാർക്കറ്റിംഗ് രീതി എന്താന്നുള്ളത്, എങ്ങനെയാണ് ഓരോ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് ഏതൊക്കെ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്, കുട്ടികൾക്ക് എത്തുന്ന സ്ഥലത്ത് ചോക്ലേറ്റ് വെക്കുന്നത് വരെ. അതെ, അതൊക്കെയാണ് അത് മാർക്കറ്റിംഗ് രീതിയാണ് അല്ലേ. അത് ഓരോരുത്തരും പർച്ചേസ് ചെയ്യുമ്പോൾ പക്വതയോടെ നോക്കി കാണുക. കുറഞ്ഞത് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കയറാതെ, എന്റെ ഒരു ഒപ്പീനിയൻ അതാട്ടോ, ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും കയറി. നമ്മൾ ഈ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കിയിട്ട് പല സ്ഥലങ്ങളിലും പല റേറ്റ്, ഒരേ പ്രൊഡക്റ്റിന് പല 1000-1500 രൂപ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒന്ന് അടുത്തുള്ള നമ്മൾ ഒന്നെങ്കിലും വിളിച്ചന്വേഷിക്കാൻ പറ്റുന്ന ആ പ്രൊഡക്റ്റ്, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് കണ്ടു പോയിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുള്ള ഒരൊറ്റ നമ്മളൊരു ടൈം ഒന്നും അതിനുവേണ്ടി മാറ്റി വെക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ഒരു 1500 രൂപ ലാഭം. അപ്പം അങ്ങനെയാണുള്ളത്. ഇപ്പൊ ഈ ക്രിസ്മസ് ഇതിപ്പം ഭയങ്കര ഓഫർ നടക്കുന്നു. ക്രിസ്മസ്, ന്യൂ ഇയർ സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പക്വതയോടെ അതിനെ നോക്കിക്കണ്ട്, അതിന്റെ മാർക്കറ്റിംഗ് രീതികളെ നോക്കിക്കണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന. നിങ്ങൾ ഓരോരുത്തരും സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പക്വതയോടെ ഓരോ മാർക്കറ്റിംഗ് രീതികളെയും നോക്കിക്കാണാം എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.